അസ്സലാമലൈക്കും നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാട്ടോ. അപ്പോൾ വെയിൽ ആയത് കൊണ്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിൽ ഇരുന്നതാണ്. അപ്പോൾ ഈ റെസ്റ്റിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വെച്ചാൽ മമ്പറത്ത് പോയി മമ്പറം തങ്ങളെ സാക്ഷി നിർത്തിയാണ്ട് ഞാൻ ഈ മേഖലയിലത്തെ ഓരോ മലയാളീസിൻ്റെ പ്രയാസം പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ചില ആൾക്കാർ കമൻ്റ് ഇട്ടിരിക്കുകയാണ്. ചില ആൾക്കാർ പറഞ്ഞാൽ ഈ കോൺട്രാക്ടർ എടുത്തുകൊണ്ട് ചെറിയ റേറ്റിന് ബംഗാളിയൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് ഈ കമൻ്റ് ഇടുന്നത്. എങ്ങനെ മലയാളി മടിയന്മാരാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഞങ്ങൾക്ക് കൂലിപ്പണിയാണ്. ഇവിടെ ഞാൻ വെച്ചാൽ പടവാണ്. എനിക്കിവിടെ ചിലവില്ലാതെ 1000 റുപ്യ കൂലി. അതേമാതിരി എൻ്റെ ഒപ്പല്ലേ ഹെൽപ്പർക്ക് ചിലവില്ലാതെ 800. എന്നിട്ട് ചില ആൾക്കാർ ആ വീഡിയോസിൽ കമൻ്റ് ഇട്ടിട്ടാണ് മലയാളീസിന് വെച്ചാൽ 1200 ചിലവും കൊടുക്കണം. അതേമാതിരി ഹെൽപ്പർക്ക് 1000 ചിലവും കൊടുക്കണം, അല്ലെങ്കിൽ ഓലെ പണിക്കിട്ടൂല. ഓല് 2 ദിവസം വന്നാൽ 4 ദിവസം ലീവാക്കാരം. അങ്ങനെ ലീവ് എടുക്കണ മടിയന്മാരുണ്ട്. അത് മലയാളി എന്നല്ല, അത് ബംഗാളി ഉണ്ട്, അതേമാതിരി ആസാമി ഉണ്ട്. ഈ ലോകത്തെ എല്ലാ ഈ ലോകത്തെ മനുഷ്യന്മാരിൽ കുറച്ച് ആൾക്കാർ മടിയന്മാരാണ്. ഇന്ന് മടിയില്ലാത്ത എന്നെപ്പോലത്തെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എന്നുവെച്ചാൽ ഈ ചെറിയ റേറ്റിന് എന്നുവെച്ചാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്നുവെച്ചാൽ 170% എന്നുവെച്ചാൽ പെരൻ്റെ ആൾക്കാരും മാന്യമായ റേറ്റിനാണ് വീടിൻ്റെ പണി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വീടെന്ന് പറഞ്ഞാൽ തേപ്പിൻ്റെ വർക്കാണ് കൂടുതലുണ്ടാകുക. മാന്യമായ റേറ്റിനാണ് കൊടുക്കുന്നത്. അത് ചില കോൺട്രാക്ടർമാർ ഓൽക്കൊന്നുകൂടി കൊള്ളലാഭം കിട്ടാൻ വേണ്ടി ഇവിടെ ആദ്യം വന്ന ബംഗാളികളുണ്ടല്ലോ, ചില ബംഗാളികൾ ഓലിക്ക് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് 50,000 55,000 ഏറിപ്പോയ 60,000 റുപ്യക്ക് ഓല് മറിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ബംഗാളി എന്താ ചെയ്യണത്? ഓരോ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊടുക്കുന്നുണ്ട് റൂം കൊടുക്കുക. എന്നിട്ട് ഓലിക്ക് മാസ ശമ്പളമായാണ് 12,000 13,000 ശമ്പളമായി കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ റേറ്റ് എടുക്കുന്ന ബംഗാളിക്ക് എന്ന് വെച്ചാൽ അതിന്മേൽ മെച്ചമുണ്ടാവും. പിന്നെ അവരുടെ നാട്ടിൽ പറഞ്ഞാൽ അരി പച്ചക്കറിക്ക് വില കമ്മിയാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വില കൂടുതലാണ്. കാരണം ബംഗാളിൽ നിന്നും ആന്ധ്ര, തമിഴ്നാട്, കർണാടകയിൽ നിന്നൊക്കെ അങ്ങോട്ട് വരണം. അപ്പോൾ ലോറിക്ക് വാടക കൊടുക്കണം, ലോറിക്കാർക്ക് ഡീസൽ അടിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇവിടെ അരി പച്ചക്കറിക്ക് വില കൂടാൻ കാരണം. ഞാൻ വെച്ചാൽ ഈ ചെറിയ റേറ്റിന് എടുത്തിട്ട് അതിൽ ബാധ്യത വന്നിട്ട് കൂലി എൻ്റെ ഒപ്പല ആൾക്കാരെ കൂലി കൊടുത്തിട്ട് പിന്നെ എനിക്ക് ബാധ്യത വന്നിട്ട് ഞാൻ വെച്ചാൽ റേറ്റ് വെക്കാത്ത പണി തേപ്പ് എടുക്കാതെ നിന്നിട്ട് കൂലിപ്പണി കമ്മിയായിട്ട് ഞാൻ തിരൂരങ്ങാടിക്ക് പോയിരുന്നു. തിരൂരങ്ങാടി പോയ ടൈമിലാണ് ഞാൻ മമ്പറത്തിൽ അന്ന് ആ വീഡിയോ ചെയ്തത്. എന്നുവെച്ചാൽ മമ്പറം തങ്ങളെ സാക്ഷി നിർത്തിക്കാണ്ടാണ് വീഡിയോ അന്ന് ഞാൻ ചെയ്തത്. അന്ന് ആ തിരൂരങ്ങാടി പോയിട്ട് എനിക്ക് അന്നത്തെ കൂലി എൻ്റെ ഹെൽപ്പറേയും കൂലി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആ ചങ്ങായി എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നത്. കാരണം അതും ഒരു കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ ആ കോൺട്രാക്ടർ എടുത്ത ചങ്ങായി ഓനോട് കൂലി വെച്ചപ്പോൾ ഓൻ പറഞ്ഞു, ഇത് എഞ്ചിനീയർ മൊത്തം കാറെടുത്തേക്കാണ്, എഞ്ചിനീയർക്ക് എനിക്ക് പൈസ കിട്ടിയില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? അവിടെ ഞാൻ ആ ബംഗാളിയോട് ചോദിച്ചു. അപ്പോൾ ആ ബംഗാളിയാക്കും തന്നെ കുറേ ദിവസത്തെ പൈസ കൊടുക്കാണ്ട്. അപ്പോൾ ഈ ബംഗാളികളെ പൈസ അതേപോലെ എന്നെപ്പോലത്തെ ആൾക്കാരെ പൈസ റോള് ചെയ്യാണ് ഈ മൊത്തം കാറാറ് എടുക്കുന്ന കോൺട്രാക്ടർമാർ എന്നുവെച്ചാൽ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ. ഇതേമാതിരി ഞാൻ കുറച്ച് പള്ളിൻ്റെ പണി എടുത്തിട്ട് വായ്പൊന്നും തന്നെ എനിക്ക് കൂലി ഒത്തിട്ടില്ല. നബി തങ്ങളെന്താ പറഞ്ഞിരിക്കണേ? ഒരു മനുഷ്യരെ പണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ പണി കയറി കഴിഞ്ഞാൽ വേർപ്പ് പറ്റിട മുന്നേ കൂലി എടുക്കാൻ പറഞ്ഞിരിക്കണേ അല്ലേ? നമ്മളെ നാട്ടിൽ അതേമാതിരി ഒന്നുമില്ല നടക്കുന്നത്. ഞാനത് വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പ്രയാസം ഈ മലയാളി പണിക്കാരെ പ്രയാസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ പണി കമ്മിയായിട്ട് വെച്ചാൽ എനിക്ക് സിമെൻ്റ് അലർജിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എറണാകുളം ഭാഗത്ത് ഞാൻ ഹോട്ടലിൽ കൂടി കൈപ്പണ്ടാരി പണി കിട്ടുമോ നോക്കാൻ വേണ്ടി പോയിരുന്നു. അതിന് അവിടെ പണി ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ അറിയോ? പണിയൊക്കെ ഉണ്ട്. അവിടെ 16 മണിക്കൂർ പണിയെടുത്താൽ വെച്ചാൽ 400 റുപ്യ കൂലി. അപ്പോൾ ഞാൻ പറഞ്ഞു 400 റുപ്യൊക്കെ ഇപ്പോൾ പണിയെടുത്തിട്ട് എങ്ങനെ കൊക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതിനെന്നെ പണിയെടുക്കാൻ ഇവിടെ നേപ്പാളീസ് ഇഷ്ടംമാരെയാണ് പറഞ്ഞു. അപ്പോൾ ആ ഹോട്ടലിലത്തെ ചോറിന് പൈസ തരാറോ 100 റുപ്യ, സാധാ ചോറിന് 100 റുപ്യ, എന്നാൽ കൂലി കമ്മി. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ. എന്നിട്ട് ഇതിനാണ് മലയാളി മടിയന്മാർ പറഞ്ഞാണ്ട് ചില ആൾക്കാർ കമൻ്റ് ഇടൽ. മടിയില്ല ആൾക്കാരുണ്ട്, പക്ഷേ മടിയില്ലാത്ത ആൾക്കാർ എന്നെ പോലത്തെ ആൾക്കാരും ഇഷ്ടംമാരുണ്ട്. അപ്പോൾ മനുഷ്യന്മാരെ പണി കഴിയാണ്ട് ഞാൻ വീട്ടിലെത്തിക്കണേ.
അപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ സിമെൻ്റ് അലർജിയാണ്. ഈ സിമെൻ്റ് അലർജി കണ്ണിൻ്റെ ഇവിടുത്തെ ഈ പിന്നെ പോളൻ്റെ അവിടുത്തെ പിരിക്കം വരെ പോയിക്കണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ അലർജി ആയിട്ട് ഞാൻ മഞ്ചേരി സത്യനാഥൻ ഡോക്ടറെ ഒരുപാട് പോയി കണ്ടിരിക്കണം. അപ്പോൾ ആ സാറ് പറഞ്ഞ ഡോക്ടർ സാറ് പറഞ്ഞത്, മജീദെ നിങ്ങൾ ഈ സിമെൻറ്റ് പണി നിർത്താനാണ് പറഞ്ഞിരിക്കണ്. സിമെൻറ്റ് പണി നിർത്തിയാൽ ഇങ്ങനെ നമ്മളെ പിന്നെ വീട്ടുകാർക്ക് ചിലവ് കൊടുക്കുക. അപ്പോൾ ഈ ഫീൽഡിൽ ഞാൻ ഒരു 1.5 കൊല്ലം കൂടി ഞാൻ ഈ സിമെൻറ്റിൻ്റെ വർക്ക് കൊടുക്കും. അതിൻ്റെ ഇടയിൽ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് മല്ലിപ്പൊടിയാണ്. ഈ പിന്നെ മുളക് പൊടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഞാൻ പിന്നെ കടയിൽ പോയിക്കാണ്ട് മഞ്ഞളും മുളകും മല്ലിയും മേടിച്ചുകാണ്ട് അത് പിന്നെ കഴുകിയാണ്ട് അത് ഉണക്കിയാണ്ട് അത് വറുത്തുകാണ്ട്, വറുക്കുമ്പോൾ വേപ്പിൻ്റെ ഇലയും ഇട്ടുകാണ്ട് വറുത്തുകാണ്ട് വെച്ചാൽ എന്നിട്ട് ഞാനത് പിന്നെ ആർക്കെങ്കിലും പിന്നെ ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ വീഡിയോസിൽ ഞാൻ കൊടുത്തിരിക്കണ്. ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഈ പിന്നെ പീടിയിൽ നിന്ന് പിന്നെ മല്ലിപ്പൊടി മേടിക്കുമ്പോൾ ഈ സ്മെല്ല് ഉണ്ടാവില്ല. ഇത് കാരണം വറുത്തുകാണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടുകാണ്ടാണ്. ഇത് കണ്ടില്ലേ, ഇത് വാസനയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്. കാരണം ഇതുകൊണ്ട് കറി വെച്ചുകാണ്ട് ചോറുന്ന് കാണിച്ചാൽ വേറെ മീനോ പിന്നെ ചിക്കനോ ബീഫോ അതിനൊന്നും ആവശ്യമില്ല. കാരണം അത്രയും ടേസ്റ്റാണ്. കാരണം വെച്ചാൽ വറുത്തുകാണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടുകാണ്ട് വറുത്തുകാണ്ട് പിന്നെ മല്ലി പൊടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇപ്പം നോമ്പ് കാലമൊക്കെ വരികയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ വീഡിയോസിലുണ്ട്. ആ വീഡിയോസിലേക്ക് പിന്നെ നമ്പർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ എത്തിച്ച് തരുന്നതാണ്. കാരണം ഇനി ഞാൻ പറഞ്ഞില്ലേ, ഒരു 1.5 കൊല്ലം കൂടെ ഉള്ളൂ ഈ സിമെൻറ്റിൻ്റെ പണി കൂടി എനിക്ക് പിന്നെ പണിയെടുക്കാൻ കഴിയുക. കാരണം അലർജി ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മറക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർക്ക് വിളിച്ചാൽ മതി. ഓക്കെ.